ശിർക്ക് എന്ന മഹാപാപം മാത്രം ഇവിടെ ആർക്കും ചെയ്യാൻ കഴിയൂല എന്നാണ്. സമാധാനമായല്ലോ എല്ലാവർക്കും. അത് ചെയ്യാൻ കഴിയൂല, എന്ത് ചെയ്താലും ശിർക്കാവൂല എന്നാ സുഹൃത്തുക്കൾ. അതുകൊണ്ട് ആളുകൾ എവിടെ എത്തി നിറയങ്ങൾ. ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് മരണങ്ങൾ ഉണ്ടായാൽ പോകുന്നൊരു മഹല്ല് പള്ളിയുണ്ട്. ആ മഹല്ല് പള്ളിക്ക് ചെരുപ്പ് ഉരുട്ടിട്ടാണ് കയറുമ്പോൾ എന്താ കാണുക നിങ്ങൾ? ഒരു കബറാണ്. ആ കബറിൻ്റെ അടുക്കൽ ശരിക്കും നിങ്ങൾ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ കാണുന്ന അതേ വിളക്കുണ്ട്. ആ വിളക്കിൽ എണ്ണയുണ്ട്. ആ എണ്ണ കൈകൊണ്ട് തൊട്ട് നാവിൽ തൊട്ട് പള്ളിയിലേക്ക് കയറുന്നവരെ കാണാം. എന്തേ പഠിപ്പിച്ചു കൊടുത്തവരങ്ങൾ? ഇലാഹാണെന്ന് വിശ്വസിക്കാതെ എന്ത് ചെയ്താലും ഷിർക്കാവൂല എന്നാണ് നമ്മുടെ ആൾക്കാരുടെ മനസ്സിൽ. ഷിർക്കിൻ്റെ പ്രശ്നം എന്താ അറിയാം സുഹൃത്തുക്കളെ? ഷിർക്കിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരാൾ വ്യഭിചരിച്ചു എന്ന് വിചാരിച്ചിട്ട് അയാളെ എല്ലാ അമലും പോവില്ല, അതിനുള്ള ശിക്ഷ ഉണ്ടാവുന്നുള്ളൂ. ചിലപ്പോൾ നരകത്തിൽ കടന്നാലും അതിൻ്റെ ശിക്ഷ കഴിഞ്ഞാൽ പുറത്തു കയറും. ഇൻ സന ഇൻ സറക്ക, മോഷ്ടിച്ചാലും വ്യഭിചരിച്ചാലും ഒക്കെ അല്ല പൊറുക്കും. എന്നാൽ ഒരിക്കലും പൊറുക്കാത്തതും ഒരു നന്മയ്ക്കും വിലയില്ലാത്തതുമായ ഒരു കാര്യമാണ് ഷിർക്ക്. ലഗേജ് ഉണ്ട് കയ്യിൽ, എല്ലാം നല്ല കെട്ടിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? ടിക്കറ്റ് ഉണ്ട് കയ്യിൽ, പാസ്പോർട്ട് ഉണ്ട് കയ്യിൽ, ഒക്കെ ഉണ്ട്. പക്ഷെ പാസ്പോർട്ട് റിന്യൂവൽ കഴിഞ്ഞ പുതിയ പാസ്പോർട്ടാണ്. എല്ലാം കഴിഞ്ഞു, ട്രാവൽസിൻ്റെ ആൾക്കാർ നോക്കി, ഒക്കെ കഴിഞ്ഞു, ബോർഡിംഗ് പാസ് വന്നു. എമിഗ്രേഷൻ്റെ കൗണ്ടറിൽ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ പാസ്പോർട്ട് ഓഫീസർ സീലില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പുതിയ പാസ്പോർട്ട് കിട്ടിയപ്പോൾ നോക്കിയില്ലല്ലോ നിങ്ങൾ എന്നാ ചോദിക്കണത്. വാപ്പ പോകുന്നതിൻ്റെ ദുഃഖം കൊണ്ട് കരഞ്ഞ് കണ്ണീരിൽ പിരിഞ്ഞ മക്കളൊക്കെ പുറത്ത് വിമാനം പൊന്താൻ കാത്തിക്കുമ്പോൾ അയാളുടെ ലഗേജ് എടുത്ത് പുറത്തേക്ക് വരുന്നത്. ഇനി പാസ്പോർട്ടിൽ സീല് വെച്ചേ കയറാൻ പറ്റുള്ളൂ. എന്തിൻ്റെ കുറവാണുള്ളത് സുഹൃത്തുക്കളെ? ലഗേജ് കയ്യിലില്ലേ, ടിക്കറ്റ് കയ്യിലില്ലേ, പക്ഷെ ഒരു സീലിൻ്റെ കുറവ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുവെച്ചാൽ അവന് സ്വർഗം നിഷിദ്ധമാണ്.